ഹലോ ഗായ്സ്, ഹലോ ഹലോ മക്കിൾസ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിയറി സെഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അല്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐക്യ ബാച്ച് ഫോർ നീറ്റ് UG 2022 ഇത് +2 മക്കൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ഫസ്റ്റ് സെപ്റ്റംബർ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അക്കാദമി പ്ലാറ്റ്ഫോമിൽ കയറുക. DRIF07 എന്നുള്ള റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഐക്യ നീറ്റ് UG 2023 +1 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ബാച്ചാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ 8th സെപ്റ്റംബർ. ഓക്കെ, അത് നമ്മളെ ടീം തന്നെയാണ് അത് ലീഡ് ചെയ്യുന്നത്. അതേപോലെ നീറ്റ് റിപ്പീറ്റേഴ്സ്, നീറ്റ് 2022 ഡ്രോപ്പേഴ്സ്, അതായത് റിപ്പീറ്റേഴ്സിനുള്ള ബാച്ചസും നമ്മൾ 21st സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് ഒക്കെ ഗോയിങ് ഓൺ ആണ്. അവിടെയുള്ള നമ്മൾ എടുത്ത ക്ലാസ്സസ് ഒന്നും ഇങ്ങനെ നഷ്ടപ്പെടില്ല. അവിടെയുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷനായിട്ട് ഇതുവരെയുള്ള ക്ലാസ്സസ് കിട്ടും. അതിനുശേഷം ലൈവ് ക്ലാസ്സസും കിട്ടും കേട്ടോ. MCQ പോൾ സെഷനും ഒരുപാട് ഒരു പുതിയ മെത്തേഡിലൂടെയാണ് അവിടെ MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, DRIF07 എന്നുള്ള കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടേക്ക് എൻറോൾ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പം ഫീ ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളാണെങ്കിൽ അവർക്ക് EMI ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ അൺഅക്കാദമി ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതാണ്. തിങ്കൾ മുതൽ വ്യാഴം വരെ, അതായത് 7 മണി മുതൽ 7:30 വരെ അരമണിക്കൂർ സെഷൻ നിങ്ങൾ MCQസിന് വേണ്ടി മാറ്റിവെക്കുക. 30 ക്വസ്റ്റ്യൻസ് എക്സാമാണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 30 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാവുന്നുള്ളൂ. നഷ്ടമല്ല, അത് നമുക്കൊരു ലാഭം തന്നെയാണ് അല്ലേ? ആ 30 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോളജി, 7 ഫ്രം ഫിസിക്സ് ആൻഡ് 8 ഫ്രം കെമിസ്ട്രി. അപ്പോൾ ഡെയിലി തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾക്ക് 30 × 4 120 ക്വസ്റ്റ്യൻസ് കിട്ടുകയാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് അതിലേക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. ഒരു ചാർജ് നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. എല്ലാവരും ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആസ്ക് എ ഡൗട്ട് സെഷൻ ഉണ്ട്. എല്ലാ ഡൗട്ടും നീറ്റ് റിലേറ്റഡ് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഒരു കുഞ്ഞു ചാപ്റ്ററാണ് +2 അല്ലേ. അതിലെ കുറച്ച് MCQs നമുക്ക് നോക്കാം മക്കളെ കേട്ടോ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ മക്കൾ? ഒന്ന് റെസ്പോൺസ് ചെയ്തേ. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. MTP വാസ് ലീഗലൈസ്ഡ് ഇൻ ഇന്ത്യ ഇൻ. MTP വാസ് ലീഗലൈസ്ഡ് ഇൻ ഇന്ത്യ ഇൻ. MTP ലീഗലൈസ് ചെയ്തത് ഏത് വർഷമാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് മക്കളെ? ഏത് വർഷമാണ് MTP ലീഗലൈസ് ചെയ്തിരിക്കുന്നത്? പറയാൻ പറ്റുമോ? ഏത് വർഷമാണ് ഓക്കെ MTP ലീഗലൈസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, സോറി ഗായ്സ്, 1 മിനിറ്റ് പ്ലീസ് സ്റ്റേ. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് ഗായ്സ്. ഓക്കെ, 1 മിനിറ്റ്. യെസ് പെൻ, യെസ്. ഓക്കെ, MTP, സോറി, സംതിങ് റോങ്, പ്ലീസ് ഗായ്സ്, 1 മിനിറ്റ്. ഓക്കെ, യെസ്, MTP വാസ് ലീഗലൈസ്ഡ് ഇന്ത്യ ഇൻ. MTP വാസ് ലീഗലൈസ്ഡ് ഇന്ത്യ ഇൻ ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MTP വാസ് എന്താ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലേ. ഇറ്റ് വാസ് ലീഗലൈസ്ഡ് ഇന്ത്യ ഇൻ ഏത് വർഷമാണ്? പെട്ടെന്ന് ആൻസർ പറയൂ. 1971, 1951, 1981, 1923. ഏത് വർഷമാണ്? യെസ്, നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണ്. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. 1951 അല്ല, കാരണം ഫാമിലി പ്ലാനിങ് അല്ലേ. അപ്പോൾ ഏതാണ്? MTP വാസ് ലീഗലൈസ്ഡ് ഇന്ത്യ ഇൻ. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. യെസ് ഗൈസ്, ദാറ്റ് ഈസ് യെസ് 1971. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, MTP വാസ് ലീഗലൈസ്ഡ് ഇന്ത്യ ഇൻ 1971. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. MTP ഈസ്, എന്താണ് MTP എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. ഞാൻ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. MTP ഈസ്, എന്താണ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണോ? ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോഷൻ, നോട്ട് അബ്യൂഷൻ, അബോഷൻ, ബോത്ത് 1 and 2, എയിംഡ് അറ്റ് ഡിക്രീസിങ് പോപ്പുലേഷൻ സൈസ്. ഇതിൽ ഏതാണ് ഉത്തരം? MTP എന്ന് വെച്ചാൽ എന്താണ്? MTP ഈസ് യെസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോഷൻ, ബോത്ത് 1 and 2, എയിംഡ് അറ്റ് ഡിക്രീസിങ് പോപ്പുലേഷൻ. ഇതിന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നറിയോ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. യെസ് ഗൈസ്, റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോഷൻ. രണ്ടും നമ്മൾ പറയാറുണ്ടല്ലേ. MTP കിറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ. MTP ടാബ്ലറ്റ്സിൻ്റെ കോമ്പിനേഷൻ അല്ലേ, അബോഷനും വേണ്ടിയിട്ടല്ലേ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ബോത്ത് 1 and 2 റൈറ്റ് ആൻസർ ഗൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇടട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ ഈസ് ഡാഷ് ആൻഡ് ഇൻ ഫീമെയിൽ ഈസ് ഡാഷ്.
Sterilization in male is dash and in females is dash. Vasectomy, tubectomy, tubectomy, vasectomy, 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 tubectomy, tubectomy. Very simple question. Male vasa difference tied and cut alle vasectomy. Females ആണെങ്കിൽ fallopian tube ആണ് അപ്പോൾ tubectomy. Yes, great answer guys. That is option 1 is the right answer. Okay, sterilization in males is vasectomy and in female is tubectomy. Tubectomy എന്നാണ് പറയുക. Okay, അടുത്ത question. Pills, implants and IUDs are very effective if taken within dash of coitus. Pills, implants and IUDs are very effective if taken within dash of coitus. Okay, എത്ര ഇതിൽ മണിക്കൂറുകൾക്കുള്ളിൽ എടുത്താലാണ് അല്ലെങ്കിൽ ഡേയ്സിനുള്ളിൽ എടുത്താലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് മാറുക? ഓക്കെ, 5 days, 72 hours, 30 days, 15 days. ഏതാണ് മക്കളെ? യെസ്, ഏതാണ്? യെസ്, കറക്റ്റ് ആൻസറാണ്. കറക്റ്റ് ആൻസറാണ് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആൻസറാണ്. യെസ്, ദാറ്റ് ഈസ് 3 days അടുത്താണ്. ഇപ്പോൾ 3 days എന്ന് പറയുമ്പോൾ എത്ര ഹവേഴ്സ് വരും? യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. 72 hours. വെരി വെരി ഇമ്പോർട്ടൻറ്റ് MCQ ഗൈസ്, പ്ലീസ് നോട്ട് ഇറ്റ്. 72 hours. 72 hours of coitus. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IUD? ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ അറിയാത്ത ആരും ഉണ്ടാവില്ല. IUDൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർ യൂട്ടറൈൻ ഡിവൈസസ്. സെക്കൻഡ് ഓപ്ഷൻ ഇൻട്രാ യൂട്രൈൻ ഡിസീസസ്. തേർഡ് ഓപ്ഷൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഫോർത്ത് ഓപ്ഷൻ ഇൻ്റർ യൂട്രൈൻ ഡിസീസസ്. യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതിനെല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ശരിയാണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് ഗായ്സ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നെക്സ്റ്റ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആർ കമ്പോസ്ഡ് ഓഫ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ കോമ്പോസിഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പ്രൊജസ്റ്റജൻ ഓൺലി, പ്രൊജസ്റ്റജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ, ഓപ്ഷൻ 3 പ്രൊജസ്റ്റജൻ ടെസ്റ്റോസ്റ്ററോൺ കോമ്പിനേഷൻ, ഓപ്ഷൻ 4 A or B. ഓക്കെ, ഏതാണ് റൈറ്റ് ആൻസർ? 1, 2, 3, 4 ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? എന്തായാലും യെസ് ഇല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം മക്കളെ, എന്തായാലും ടെസ്റ്റോസ്റ്ററോൺ കോമ്പിനേഷൻ വരില്ല. പ്രൊജസ്റ്റജൻ്റെ മാത്രം കോമ്പിനേഷൻ ഓറൽ പിൽസ് ഉണ്ട് അല്ലേ? നല്ലോണം അതിൻ്റെ എക്സസൈഡ് പ്രൊജസ്റ്ററോണിൻ്റെ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ പ്രൊജസ്റ്റജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻസും ഉണ്ട്. 1ഉം 2ഉം ശരിയാണ്. അതായത് A or B എന്ന് ഉദ്ദേശിച്ച 1 or 2 എന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഗ്രേറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ NCERTക്ക് അകത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഐ തിങ്ക്. ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ. ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓർമ്മയുണ്ടോ? അൺഅക്കാദമി ആപ്പിൽ സ്പെഷ്യൽ ക്ലാസ്സസ്, ഫ്രീ ലൈവ് ക്ലാസ് നമുക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ റീയൂസബിൾ, നോൺ റീയൂസബിൾ, റീയൂസബിൾ ഫോർ മെയിൽസ് ഓൺലി, നൺ ഓഫ് ദീസ്. ഏതാണ് റൈറ്റ് ആൻസർ? റീയൂസബിൾ, നോൺ റീയൂസബിൾ, റീയൂസബിൾ ഫോർ മെയിൽസ് ഓൺലി, നൺ ഓഫ് ദീസ്. യെസ്, ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? 1, 2, 3 or 4? ഏതാ റൈറ്റ് ആൻസർ? യെസ്, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ. യെസ്, ഇറ്റ് ഈസ് റീയൂസബിൾ. ദാറ്റ് ഈസ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രേറ്റ് ആൻസർ ഗൈസ്. 1 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഗുഡ് ആൻസർ. ഓക്കെ, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ഫീമെയിൽസിലാണ് യൂസ് ചെയ്യുക ആൻഡ് ആർ റീയൂസബിൾ. ഓക്കെ, അടുത്തത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഇതെല്ലാവരും ആൻസർ പറയാൻ എനിക്ക് ഉറപ്പാണ്. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ്. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ്. യെസ്, കോൺട്രാസെപ്റ്റീവ് പിൽ, കോണ്ടം, IUD, ഡയഫ്രം. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ്. കോൺട്രാസെപ്റ്റീവ് പിൽ, കോണ്ടം, IUD, ഡയഫ്രം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിതിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. യെസ്, എല്ലാവരും പറയുന്നത് ശരിയാണ്. 100% സ്റ്റുഡൻറ്റ് ആൻസർ കറക്റ്റ്ലി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. യെസ്, നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ്. യെസ്, ഇറ്റ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ്. യെസ്, ദാറ്റ് ഈസ് കോണ്ടം. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഒരുപാട് ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ് കോണ്ടത്തിൻ്റെ. ശരിയല്ലേ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ. ആരിലാണ് ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സും വാൾസും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫോർ ഫീമെയിൽസ് ഓൺലി, ഫോർ മെയിൽസ് ഓൺലി, ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, നൺ ഓഫ് ദീസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ്, വാൾസ് നമ്മൾ നേരത്തെ റീയൂസബിൾ ആണെന്ന് പറഞ്ഞു. അത് ആരിലാണ് യൂസ് ചെയ്യുക?
പെട്ടെന്ന് ആൻസർ പറയൂ. എന്താണ് മക്കളെ ഇതിൻ്റെ ഉത്തരം? ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. യെസ്, ദാറ്റ് ഈസ് ഫോർ ഫീമെയിൽസ് ഓൺലി. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഫോർ ഫീമെയിൽസ് ഓൺലി, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ് ആർ ഫോർ ഫീമെയിൽസ് ഓൺലി. യെസ്, നെക്സ്റ്റ് കോണ്ടംസ്. കോണ്ടംസിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഇൻക്രീസ് ദ സ്പേം ഫാഗോസൈറ്റോസിസ്. ഓപ്ഷൻ 2 ഡിക്രീസ് സ്പേം മോട്ടിലിറ്റി. ഓപ്ഷൻ 3 പ്രിവെൻറ്റ് ദ ഇജാക്കുലേറ്റഡ് സെമൻ ഫ്രം എൻറ്ററിങ് ദ ഫീമെയിൽ റീപ്രഡക്റ്റീവ് ട്രാക്ട്. ഓപ്ഷൻ 4 ഇൻഹിബിറ്റ് ഓവുലേഷൻ. ഏതാണ് റൈറ്റ് ആൻസർ? കോണ്ടംസിൻ്റെ ഫംഗ്ഷനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിളാണ്. ഏതാണ്? യെസ്, 1 2 3 4 ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയാൻ പറ്റുക? കോണ്ടംസിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, യെസ്, റൈറ്റ് ആൻസർ ഗൈസ്. യെസ്, correct answer. A correct answer, that is it prevent the ejaculated semen from entering the female reproductive tract, isn't it? It prevent the ejaculated semen from entering the female reproductive tract. That is option 3 is the right answer. Yes, great answer guys. Option 3 is the right answer. Yes, very good, very good. Next question, contraceptive barriers നെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാരിയർ മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ. സ്പീഡ് ആവുന്നുണ്ടോ മക്കളെ? കുറച്ച് ഓക്കെ, നമുക്ക് പതിയെ പോവാം. Barrier methods are available for. Barrier methods are available for. Contraceptive barrier method ആർക്കാണ് അവൈലബിൾ? Only males, only females, both A and B, none of this. Both A and B means both 1 and 2. Okay, both males and females ആണ് അവർ ഉദ്ദേശിച്ചത്. None of this. ഏതാണ് റൈറ്റ് ആൻസർ? പെട്ടെന്ന് പറയൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കോൺട്രാസെപ്റ്റീവ് ബാരിയേഴ്സ് ആർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്? യെസ്, 2 പേർക്കും അവൈലബിൾ അല്ലേ? യെസ്, പറയുന്നത് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. മെയിൽസിനും ഫീമെയിൽസിനും കോൺട്രാസെപ്റ്റീവ് ബാരിയർ മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഗായ്സ്. വാട്ട് ഈസ് ദ മെത്തേഡ് കോൾഡ് where the male withdraws his penis just before ejaculation? What is the method called where the male withdraws his penis just before ejaculation? അതിനെന്താ നമ്മൾ വിളിക്കുക? ഇജാക്കുലേഷൻ്റെ ജസ്റ്റ് ബിഫോർ പെനിസ് വിത്ഡ്രോ ചെയ്യുന്ന മെത്തേഡിനെ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷണൽ അംനീരിയ, വിത്ഡ്രോവൽ, ബോത്ത് 1 and 3. ഏതാണ് റൈറ്റ് ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തായാലും എല്ലാവർക്കും വിത്ഡ്രോവൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു പറയാനും അറിയാലോ. നാച്ചുറൽ മെത്തേഡാണ് അല്ലേ? അതേപോലെ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ദാറ്റ് ഈസ് ബോത്ത് 1 and 3 എന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ. യെസ് ഗൈസ്, റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 4 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് ഗൈസ്, 4 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് റഷ, ഗ്രേറ്റ് ആൻസർ. ബോത്ത് 1 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഡേയ്സ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ഓവുലേഷൻ എക്സ്പെക്റ്റഡ്? On which days of the menstrual cycle is ovulation expected? Very important question but simple. Okay, menstrual cycle ഏത് ദിവസമാണ് ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? On which days of the menstrual cycle is ovulation expected? 10th to 30th day, 1st to 10th day, 10th to 17th day, 18th to 25th day. ഏതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, എന്തായാലും 2nd ഉം 3rd വീക്കിൻ്റും അല്ലേ ഇടയിലായിരിക്കും. അതായത് ഏകദേശം 10th to 17th day ആണോ? യെസ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു പോയല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഗൈസ്. On which days of the menstrual cycle is ovulation expected? 10th to 17th day. Okay, what is true of natural methods of contraception? What is true of natural methods of contraception? അല്ലേ, ഏതാണ് നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ 1 they increase phagocytosis of the sperm. Option 2 they employ barriers to prevent fertilization. Option 3 they are natural ways of avoiding chances of fertilization. Option 4 they are surgical methods and are terminal methods. ഏതാണ് റൈറ്റ് ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, ഗ്രേറ്റ് ആൻസർ മക്കളെ, ഗ്രേറ്റ് ആൻസർ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ട്രൂ ഓഫ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ? Natural methods, they are natural ways of avoiding chances of fertilization. That is general question only, isn't it? That is, yes, great answer guys. That is option 3 is the right answer. Yes, option 3 is the right answer. Okay, very good answer. Yeah, next. ഇതെല്ലാവരും ആൻസർ ചെയ്യും, എല്ലാവരും ശരിയാക്കും, എനിക്ക് ഉറപ്പാണ് കേട്ടോ. വാട്ട് ഈസ് മാരേജബിൾ ഏജ് ഫോർ ദ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഇൻ ഇന്ത്യ? ഓക്കെ, കല്യാണം കഴിക്കാനുള്ള പ്രായം പെണ്ണുങ്ങളതും ആണുങ്ങളതും എത്രയാണ് പ്രായപരിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 18,
1825, 2118, 1821. യെസ്, പെട്ടെന്ന് പറയാം, പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട് ഓരോരുത്തർ. യെസ്, കറക്റ്റാണ്. യെസ്, അതായത് ഫീമെയിൽസിൻ്റെത് 18ഉം മെയിൽസിൻ്റെത് 21 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് യെസ് ഗായ്സ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ടയേർഡായോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? മക്കളെ? കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്ലോഗൻ ഹം ദോ ഹമാരെ ദോ എയിം അറ്റ്? What does the slogan hum do hamare do aim at? Hum do hamare do. Very simple. Option 1, raising of the marriageable age. Option 2, family planning. Option 3, immunization. Option 4, economic growth. ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, ഹം ദോ ഹമാരെ ദോ. യെസ്, സിമ്പിൾ. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. ദാറ്റ് ഈസ് യെസ്, ഫാമിലി പ്ലാനിങ്. യെസ്, ഗ്രേറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. What does the slogan hum do hamare do aim at? Yeah, that is family planning only. Option 2 is the right answer. Family planning is the right answer. Next. What is approximate Indian population according to the recent census? That is May 2000. According to May 2000, what is the approximate Indian population? About 1 billion, about 1 million, about 10 billion, about 15 million. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി അല്ലേ? 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്, ഗ്രേറ്റ് ആൻസർ. ഗുഡ് ആൻസർ ചെയ്യാം. യെസ്, that is Indian population approximately 100 crores, that is about 1 billion. That is option 1 is the right answer. Yes, great answer guys. Option 1 is the right answer. Okay, മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ MTP 1971 എന്ന് പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ വേർ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ഇൻ ഇന്ത്യ? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 1948, 1962, 1959, 1951. ഏതാണ്? വെൻ വേർ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്ത വർഷം ഏതാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. 1971 നമ്മൾ ഏതിൽ പഠിച്ചു? MTPൻ്റെ പ്രഗ്നൻസിൻ്റെ അല്ല MTPൻ്റെ കാര്യത്തിൽ പഠിച്ചു. ഫാമിലി പ്ലാനിങ്, പ്ലീസ് നോട്ട് ഇറ്റ്, 1951. വെരി വെരി ഇമ്പോർട്ടൻറ്റ് MCQ. ഓക്കെ, യെസ്, ഗ്രേറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ചെയ്യാം. ദാറ്റ് ഈസ് 1951 ആണ് റൈറ്റ് ആൻസർ. 1951 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ? Which of the following contraceptive devices make uterus unsuitable for implantation? Very very important MCQ. Unsuitable for implantation. Progestasert, copper T, Lippus loop, multilode. Unsuitable for implantation ആണ് ചോദിച്ചിരിക്കുന്നത്. യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ഏതാണ് ശരി ഉത്തരം? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുക? യെസ് ഗൈസ്, റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് Progestasert. Option 1 is the right answer. Okay, that is option 1 is the right answer. Progestasert is the right answer. Okay guys, next. Contraceptive oral pills help in birth control by? Contraceptive oral pills help in birth control by killing the sperm in uterus, preventing implantation, preventing ovulation, both B and C. Very simple question അല്ലേ? പെട്ടെന്ന് ആൻസർ ചെയ്ത മക്കളെ. Contraceptive oral pills help in birth control by killing the sperm in uterus, preventing implantation, preventing ovulation, both B and C. ഏതാണ്? Yes, great answer. Yes, that is both. അല്ലേ? Preventing implantation and preventing ovulation, that is both B and C. That is both 2 and 3. So that is option 4 is the right answer. Yes guys, right answer. Option 4 is the right answer. Okay, next question for you guys. Please go through the question carefully. Copper ions released from copper releasing intrauterine devices. Copper ions released from copper releasing intrauterine devices make uterus unsuitable for implantation, increase phagocytosis of the sperm motility, suppress sperm motility, prevent ovulation. ഏതാണ് റൈറ്റ് ആൻസർ? കോപ്പർ അയോൺസ് റിലീസ്ഡ് ഫ്രം കോപ്പർ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. യെസ്, ഏതാണ് മക്കളെ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക? ഇറ്റ് കോപ്പർ അയോൺസിൻ്റെ പരിപാടി എന്താ? IUDs റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസിൻ്റെ പരിപാടി എന്താ? യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. യെസ്, റൈറ്റ് ആൻസർ ചെയ്യാം. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് സപ്രസ് ദ സ്പെർം മോട്ടിലിറ്റി, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ്
Suppress the sperm motility. Yes, great answer. That is option 3 is the right answer. It is suppress the sperm motility. Yes, next. The permissible use of technique amniocentesis is for very important question. എന്തിനാണ് amniocentesis technique യൂസ് ചെയ്യുന്നത്? Detecting sex of the unborn fetus, artificial insemination, transfer of embryo into the uterus of a surrogate mother, detecting any genetic abnormality. Okay, amniocentesis is for yes, yes, great answer guys. Yes, the permissible use of the technique amniocentesis is for detecting any genetic abnormality. Yes, that is option 4 is the right answer. Yes, detecting any genetic abnormality, that is option 4 is the right answer. Yes, great answer guys. Detecting any genetic abnormality, that is 4 is the right answer. Yes, great answer guys. Next question, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടയർഡായോ? നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യണം. റെഡിയല്ലേ നിങ്ങൾ എന്താടോ ആരൊന്നും റെഡി ഇല്ലാത്തേ? റെഡിയല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇടട്ടെ. ഓക്കെ ഓകൂ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് കൺസിഡേർഡ് സേഫ് അപ് ടു ഹൗ മെനി വീക്സ് ഓഫ് പ്രഗ്നൻസി? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP ഈസ് കൺസിഡേർഡ് സേഫ് അപ് ടു ഹൗ മെനി വീക്സ് ഓഫ് പ്രഗ്നൻസി? ഈ MTPൻ്റെ ടാബ്ലറ്റിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എത്ര മാസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറയുക? ഓക്കെ, എത്ര മാസത്തിനുള്ളിൽ കൊടുത്താലാണ് സേഫ് ആവുക? 12 വീക്സ്, 18 വീക്സ്, 6 വീക്സ്, 8 വീക്സ്. വീക്സ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, 18 അല്ല, 6 അല്ല, 8 അല്ല, ഏതാ? അതായത് 3 മാസത്തിൻ്റെ അടുത്ത് വരെ ഏകദേശം, അതായത് 12 വീക്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 to 3 months ആണ്. അതായത് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 12 വീക്സ് വരെ ഇത് സേഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വെച്ചാൽ എന്താണെന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മീൻസ് ഓപ്ഷൻ 1 ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഓഫ് ഹെൽത്തി ഡോണർ ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഓവ, ട്രാൻസ്ഫർ ഓഫ് സ്പേം ഓഫ് ഹസ്ബൻഡ് ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഓവ, ആർട്ടിഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഓഫ് ഹെൽത്തി ഡോണർ ഇൻ ടു വെജൈന, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഓഫ് ഹെൽത്തി ഡോണർ ഡയറക്ട്ലി. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഏതാ റൈറ്റ് ആൻസർ? യെസ് ഗായ്സ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? Artificially introduction of sperms of healthy donor into the vagina. Yes, that is option 3 is the right answer. Option 3 is the right answer. Yes, correct answer guys. Yes, artificial introduction of sperms of a healthy donor into the vagina. Yes, great. Next. Which of the following cannot be detected in a developing fetus by amniocentesis? Which of the following cannot be detected in the developing fetus by amniocentesis? അമ്നിയോസെൻറ്റസിസ് വെച്ച് നമ്മൾ ജനറ്റിക് അബ്നോർമാലിറ്റി കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ജനറ്റിക് അബ്നോർമാലിറ്റി, ജനറ്റിക് ഡിസോർഡർ അല്ലാത്തത് ഏതാണെന്ന് നോക്കിയാൽ പോരെ? ക്ലിൻഫിൽഡ്. അപ്പോൾ ഏതാണോ? ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, സെക്സ് ഓഫ് ദ ഫീറ്റസ്, ഡൗൺ സിൻഡ്രോം, ജോണ്ടിസ്. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് ഫീറ്റസ് ബൈ അമ്നിയോസെൻറ്റസിസ്? യെസ്, ദാറ്റ് ഈസ് യെസ് ഗ്രേറ്റ് ആൻസർ. ദാറ്റ് ഈസ് ജോണ്ടിസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ജോണ്ടിസ് ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. ട്യൂബക്ടമി ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ വിച്ച്? എന്താണ് ട്യൂബക്ടമി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ട്യൂബക്ടമി? ഓപ്ഷൻ 1 സ്മോൾ പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈസ് അപ്പ്, ഓവറീസ് ആർ റിമൂവ്ഡ് സർജിക്കലി, സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ്, യൂട്രസ് ഈസ് റിമൂവ്ഡ് സർജിക്കലി. യൂട്രസ് സർജിക്കലി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ ഹിസ്റ്ററക്ടമി എന്ന് വിളിക്കുക. യെസ്, ഗ്രേറ്റ് ആൻസർ ഗായ്സ്. യെസ്, ഗ്രേറ്റ് ആൻസർ. ദാറ്റ് ഈസ് എന്താണ് ട്യൂബക്ടമി? സ്മോൾ പാർട്ട് ഓഫ്, യെസ് ഗ്രേറ്റ് ആൻസർ, സ്മോൾ പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ties up. That is option 1 is the right answer. Yes, small part of fallopian tube is removed or ties up. That is option 1 is the right answer. Okay, ready alle? Adutha question idette. Okay alle? Yes. Which of the following is not a sexually transmitted disease? Which of the following is not a sexually transmitted disease? Sexually transmitted diseases അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സിഫിലിസ്, എയ്ഡ്സ്, ട്രൈക്കോമോണിയാസിസ്, എൻസെഫലൈറ്റിസ്. അപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്ത മക്കളെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് ഗോ ത്രൂ ദ ഓപ്ഷൻസ് കെയർഫുള്ളി ഗൈസ്. ഓക്കെ, യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. യെസ്, സിഫിലിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്, ഒരു ബാക്ടീരിയൽ ഡിസോർഡർ ആണ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോണിമ പാലിഡം. എയ്ഡ്സ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ് വിച്ച് ഈസ് കോസ്ഡ് ബൈ HIV വൈറസ്. ട്രൈക്കോമോണിയാസിസ് ഒരു പ്രോട്ടോസോമ അല്ലേ? ട്രൈക്കോമോണിയാസ് വെജൈനാലിസ്. ട്രൈക്കോമോണസ് വെജൈനാലിസ് എന്ന് പറഞ്ഞാൽ പാത്തജനെ കൊണ്ടാണ് ട്രൈക്കോമോണിയാസിസിൻ്റെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. ബട്ട് എൻസെഫലൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ.
മെയിനായിട്ട് വൈറസൊക്കെ ബാധിക്കാറുണ്ട് അല്ലേ? ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ. അപ്പോൾ എൻസെഫലൈറ്റിസ് ഒക്കെ മെയിനായിട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ വൈറസിനെ കൊണ്ടൊക്കെ വരാറുണ്ട്. കൊക്സാക്കി വൈറസ് പോലത്തെ ഒരുപാട് വൈറസൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് അല്ല. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് അങ്ങനെ ഒരു റിപ്പോർട്ട് സ്റ്റഡീസേ ഇല്ല. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. യെസ്. നെക്സ്റ്റ്. Hysterectomy is surgical removal of, very simple. Hysterectomy is the surgical removal of option 1 uterus, option 2 prostate gland, option 3 vas deferens, option 4 mammary glands. ഹിസ്റ്ററക്ടമി ഏത് ടേമിൻ്റെ കൂടെ ടോമി എക്ടമി എന്ന് വന്നാൽ അത് കട്ടിംഗ് ആണ്, കട്ടിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. യെസ്, നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ അറിയാതെ വായിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ശരിയല്ലേ? ഹിസ്റ്ററക്ടമി അല്ലേ, യൂട്രസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യാണ് നമ്മൾ യെസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഓപ്ഷൻ 1. മാമറി ഗ്ലാൻസ് റിമൂവ് ചെയ്യുന്നതിനെ മാമക്ടമി എന്ന് വിളിക്കും. ഇപ്പോൾ ടോമിയ മാമക്ടമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് വാസക്ടമി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് വാസക്ടമി? ഓക്കെ, വാസക്ടമിനെ കുറിച്ചിട്ട് ഇൻകറക്റ്റ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോ സ്പേം ഒക്കേഴ്സ് ഇൻ സെമിനൽ ഫ്ലൂയിഡ്, നോ സ്പേം ഒക്കേഴ്സ് ഇൻ എപ്പിഡൈഡമിസ്, വാസ ഡിഫറൻഷ്യ ഈസ് കട്ട് ആൻഡ് ടൈഡ്, ഇറിവേഴ്സിബിൾ സ്റ്റെറിലിറ്റി. Okay, incorrect statement. No sperm occurs in seminal fluid, true. No sperm occurs in epididymis, false. Vasa differentiae is cut and that is vasectomy. Irreversible sterility, yes, true. So incorrect statement, that is option 2. No sperm occurs in epididymis. Okay, so option 2 is the right answer. Okay, next. Which of the following is hormone releasing IUD? ഹോർമോൺ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ഏതാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹോർമോൺ റിലീസിങ് IUD? LNG-20, മൾട്ടിലോഡ് 375, ലിപ്പസ് ലൂപ്പ്, കോപ്പർ 7, CU7. ഏതാണ് ഹോർമോൺ റിലീസിങ് IUD? 1 2 3 4 പെട്ടെന്ന് ആൻസർ പറയൂ ഗൈസ്. ഹോർമോൺ റിലീസിങ് IUD ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? LNG-20, മൾട്ടിലോഡ് 375, ലിപ്പസ് ലൂപ്പ്, കോപ്പർ 7. ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഹോർമോൺ റിലീസിങ് IUD ഏതാണ്? LNG-20, മൾട്ടിലോഡ് 375, ലിപ്പസ് ലൂപ്പ്, കോപ്പർ 7. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. ദാറ്റ് ഈസ് LNG-20. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഹോർമോൺ റിലീസിങ് IUD LNG-20 ഓൺലി. യെസ്, ഗ്രേറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയേ മക്കളെ. ദ ഫങ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിങ് IUDs ഈസ്. എന്താണ് ദ ഫങ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിങ് IUD ഈസ്? കോപ്പർ അയോണിൻ്റെ ഫങ്ഷൻ എന്താ? They suppress sperm motility and fertilizing capacity of the sperm. They inhibit gametogenesis. They make uterus unsuitable for implantation. They inhibit ovulation. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. നേരത്തെ ഇതേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? റിപ്പീറ്റഡ് അല്ലേ? യെസ്. ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം. യെസ് ഗൈസ്, യെസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. നേരത്തെയും നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇസ്ന്റ് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമർജൻസി കോൺട്രാസെപ്ഷൻ ഈസ് അഡ്മിനിസ്റ്ററിങ് any of the following within 72 hours of unprotected sexual activity except combination pill, IUD, large amount of progesterone, large amount of estrogen. Okay, except ആണ് ചോദിച്ചിരിക്കുന്നത്. എമർജൻസി കോൺട്രാസെപ്ഷൻ ഈസ് അഡ്മിനിസ്റ്ററിങ് any of the following within 72 hours of unprotected sexual activity except ഒന്നില്ലെങ്കിൽ പിൽസ് കഴിക്കാം, IUDs, then large amount of progesterone, but large amount of estrogen, no. Option 4 is not, except for large amount of estrogen. That is option 4 is the right answer. Next. Periodic abstinence is a natural method of contraception whether the couples avoid or abstain from coitus during the period of menstrual cycle when there is menstrual flow, the ovulation is most likely to occur, the corpus luteum is most active, proliferative phase begins. ഏതാണ് right answer? Periodic abstinence is a natural method of contraception where the couples avoid or abstain from coitus during the period of menstrual cycle when the ovulation is most likely to occur. That is option 2 is the right answer. Okay, option 2 is the right answer. Yes, option 2 is the right answer guys. Okay, yes. Next. എന്താണ് വാസക്ടമി? വാക്സെക്ടമീസ്. എന്താണ് വാസക്ടമി? ഇൻഹിബിറ്റ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ, പ്രിവെൻറ്റ് സ്പേം ഫ്രം എൻ്ററിങ് ദ സെമൻ, ഇൻഹിബിറ്റ് സ്പേം പ്രൊഡക്ഷൻ, ഇൻ്റർഫിയർ വിത്ത് മെയിൽ പൊട്ടൻസി. വാസക്ടമി വാസ ഡിഫറൻസ് ടൈഡ് ആൻഡ് കട്ട് അല്ലേ? യെസ്, കട്ടിംഗ് പ്രൊസീജിയർ അല്ലേ? യെസ്, യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. വെരി സിമ്പിൾ. വെരി സിമ്പിൾ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻഹിബിറ്റ് ആണോ? അല്ല, ഇറ്റ് പ്രിവെൻറ്റ് ദ സ്പേം ഫ്രം എൻ്ററിങ് ദ സെമൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. വാസക്ടമീസ് പ്രിവെൻറ്റ് സ്പേം ഫ്രം എൻ്ററിങ് ദ സെമൻ. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ.
Transfer of an ovum collected from a donor into the fallopian tube of another female is called. Transfer of an ovum collected from a donor into the fallopian tube of another female is called ZIFT, GIFT, SUSI, ICSI. Yes, ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Transfer of an ovum collected from a donor into the fallopian tube of another female is called gamete intrafallopian transfer. That is option 2 is the right answer. Yes, great answer guys. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. That is option 2 is the right answer. Next question for you guys. Which of the following is the least effective method of birth control? Okay. 1 minute guys, 1 minute. Okay, some more questions are remaining. Okay. Which of the following is the least effective method of birth control? ഏറ്റവും ലീസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ, വാസക്ടമി, റിതം മെത്തേഡ്, ദ പിൽ, IUD. ഏതാണ് റൈറ്റ് ആൻസർ? ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. യെസ്, ദാറ്റ് ഈസ് യെസ് ഗായ്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 2 റിതം മെത്തേഡ്. അതായത് നാച്ചുറൽ മെത്തേഡ് അല്ലേ റിതം മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 is the right answer. Yes, next question for you guys. In test tube baby procedure, test tube baby, fertilization in vitro, embryo development in vivo. ഫെർട്ടിലൈസേഷൻ ഇൻ വൈവോ ആണോ? ബോത്ത് ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ഇൻ വിട്രോ ആണോ? അല്ലെങ്കിൽ രണ്ടാളും ഇൻ വൈവോ ആണോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രൊസീജിയർ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? ഇൻ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രൊസീജിയർ, യെസ്, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. യെസ് ഗൈസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻ വിട്രോ ബട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ വൈവോ. യെസ്, ഗ്രേറ്റ് ആൻസർ. എന്താണ് ആർട്ട്? ഇതൊക്കെ ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യങ്ങൾ ശ്രദ്ധിച്ചൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ വേണം നിങ്ങൾ NCERT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓരോ ലൈനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആർട്ട് യൂസ് ടു ഹെൽപ്പ് ഇൻഫെർട്ടൈൽ കപ്പിൾ സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ആർട്ട്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഓഗ്മെൻറ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അനോമലസ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ആർട്ട് സ്റ്റാൻഡ്സ് ഫോർ, ആർട്ട് എന്ന് വെച്ചാൽ എന്താ? അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് technology. Yes guys, right answer, great answer. Yeah, that is option 1 is the right answer. Assisted reproductive technology, that is option 1 is the right answer guys. Yes, option 1 is the right answer. Next, identify the incorrect statement regarding surgical birth control method. Identify the incorrect statement regarding surgical birth control methods. Yes, incorrect statement, false statement ഏതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. They are also called sterilization procedure. In male vasectomy and in female tubectomy is advised. They are terminal methods to prevent any more pregnancies. These methods are hugely popular all over the world. Okay, surgical birth control method. Okay, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പറയൂ. യെസ് ഗൈസ്, യെസ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തതാണല്ലേ. സ്പെഷ്യൽ ക്ലാസ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്ത ഓർമ്മയുണ്ടോ? യെസ് ഗൈസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഈസ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് IUD ആണ് പോപ്പുലർ ആയിട്ടുള്ളത് മെത്തേഡ്, നോട്ട് ദിസ് വൺ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇസിൻ്റെ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മസ്റ്റ് ബി എംപ്ലോയ്ഡ് വിത്തിൻ. എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മസ്റ്റ് ബി എംപ്ലോയ്ഡ് വിത്തിൻ. Option 1 72 hours of ovulation. Option 2 72 hours of onset of menstrual flow. Option 3 72 hours of unprotected coitus. Option 4 72 hours of cessation of menstrual flow. Yes, emergency contraceptive methods must be employed within 72 hours of unprotected coitus. Yes, that is option. Yes guys, ശരിയാണ്. That is option 3 is the right answer. Yes, good guys, good, great answer. Yeah, great answer. That is option 3 is the right answer. Okay, few more questions guys, please share here. Okay, the ideal contraceptive for females who want to delay pregnancy and or space children is. The ideal contraceptive for females who want to delay pregnancy and or space children is barrier contraceptive, periodic abstinence, IUDs, hormonal pills. Yes, which one is the right answer? The ideal contraceptive for females who want to delay pregnancy and space children, guys, that is intrauterine device is there. That is option 3 is the right answer. Yes, great answer guys, great answer. Okay guys, some more questions are there, so please stay here. Okay, so this is the question for you. Next question, lactational amenorrhea is effective up to maximum period of. Lactational amenorrhea is effective up to maximum period of 3 months, 6 months, 9 months, 12 months. ഏതാണ് റൈറ്റ് ആൻസർ?
ലാക്ടേഷണൽ അംനേരിയ ഈസ് എഫക്റ്റീവ് അപ് ടു മാക്സിമം പീരീഡ് ഓഫ്. ലാക്ടേഷണൽ അംനേരിയ ഈസ് എഫക്റ്റീവ് അപ് ടു മാക്സിമം പീരീഡ് ഓഫ്. ഏതാണ് റൈറ്റ് ആൻസർ? പെട്ടെന്ന് പറയൂ മക്കളെ, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 2, ദാറ്റ് ഈസ് ഓപ്ഷൻ. യെസ് ഗൈസ്, റൈറ്റ് ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ 6 month ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കഴിഞ്ഞ മക്കളെ വിഷമിക്കേണ്ടേ. നാച്ചുറൽ മെത്തേഡ്സ് ഫോർ കോൺട്രാസെപ്ഷൻ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. Natural method for contraception work on the principle of preventing fertilization, preventing implantation, preventing ovulation, preventing embryo development. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? നാച്ചുറൽ മെത്തേഡ്സ് ഫോർ കോൺട്രാസെപ്ഷൻ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് 1, 2, 3 or 4. ഏതാണ് ഗൈസ്? പെട്ടെന്ന് ആൻസർ പറയൂ. നാച്ചുറൽ മെത്തേഡ് ഫോർ കോൺട്രാസെപ്ഷൻ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 1, പ്രിവെൻറ്റിംഗ് ഫെർട്ടിലൈസേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ, പ്രിവെൻറ്റിംഗ് ഫെർട്ടിലൈസേഷൻ. യെസ് ഗൈസ്, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സഹേലി? സഹേലി ഈസ് ആൻ. എന്താണ് സഹേലി? നിങ്ങൾ പഠിച്ചതല്ലേ സഹേലി? യെസ്, വെരി സിമ്പിൾ. പ്ലീസ് ഗോ ത്രൂ ദ ഓപ്ഷൻസ് കെയർഫുള്ളി. NGO വർക്കിംഗ് ഫോർ ഫീമെയിൽ ചൈൽഡ് റൈറ്റ്, മിഡ്വൈഫ് വർക്കിംഗ് ഇൻ വില്ലേജസ്, a national helpline number for preventive crime against women, option for oral contraceptive for female. Yes, സഹേലി എന്തിനാണ്? യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഗ്രേറ്റ് ആൻസർ. ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ്, സഹേലി. നമ്മൾ പരസ്യം കണ്ടിട്ടില്ലേ സഹേലിൻ്റെ ഒക്കെ? വാട്ട് ഡസ് RCH സ്റ്റാൻഡ്സ് ഫോർ? ദിസ് ഈസ് ടുഡേയ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് RCH സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് മക്കളെ RCH എന്ന് വെച്ചാൽ? റീപ്രൊഡക്റ്റീവ് ആൻഡ് കംപ്ലീറ്റ് ഹെൽത്ത്, റീജിയണൽ ആൻഡ് സെൻട്രൽ ഹെൽത്ത് കെയർ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ക്യുമുലേറ്റീവ് ഹെൽത്ത്. ഏതാണ് റൈറ്റ് ആൻസർ? എന്താണ് RCH എന്ന് വെച്ചാൽ? എന്താണ് മക്കളെ RCH എന്ന് വെച്ചാൽ? യെസ്, ഗ്രേറ്റ് ആൻസർ, ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓപ്ഷൻ 3. യെസ് ഗൈസ്, യെസ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ NCERT പോയിട്ട് വായിക്കുക, എന്നിട്ട് അത് റിലേറ്റഡ് MCQs ചെയ്ത് പഠിക്കുക. ബാക്കി ഗൈഡൊക്കെ തൊടുന്നതിന് പകരം ബയോളജിക്ക് നിങ്ങൾക്ക് NCERT റിലേറ്റഡ് ഗൈഡ് നിങ്ങൾ ടോപ്പിക് വൈസ് നിങ്ങൾ MCQs ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ കോൺസിസ്റ്റൻസിയും റിപ്പീറ്റഡ് റിവിഷനും മെയിൻറ്റെയിൻ ചെയ്യുക. നീറ്റ് 2022 വരെ തളരരുത് കേട്ടോ. അതായത് ഈ വേളയിൽ സ്റ്റാർട്ടിങ്ങുള്ള അത്ര ഒരു ആവേശം ചിലപ്പോൾ പകുതി എത്തുമ്പോൾ ഉണ്ടാവില്ല, ഒരുപാട് മടുപ്പ് വരും. അപ്പോൾ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ തെറാപ്പി പോലെ, റിലാക്സേഷൻ പോലെ നിങ്ങൾ ഹോബീസിലേക്ക് ഏർപ്പെടുക. അതായത് കംപ്ലീറ്റ് അല്ല, 2 മണിക്കൂർ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വരയ്ക്കുന്ന ഹോബിയിൽ ജസ്റ്റ് ഒരു ചിത്രമൊക്കെ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ. അതായത് ഒരു പകുതിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ, ഒരുപാട് സമയം പഠിക്കാനൊക്കെ ഇരിക്കുന്നങ്ങനെ ചിലപ്പോൾ ചില കുട്ടികൾ ആലോചിക്കും. പക്ഷേ ആ വീണ സമയത്തും ആര് ഉയർത്തെഴുന്നേൽക്കുന്നോ അവൻക്കുള്ളതാണ് വിജയം കേട്ടോ. ആ ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കണം. ഓക്കെ, എഴുന്നേൽക്കൂലേ? ഇപ്പോൾ രാവിലെയും എഴുന്നേൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചളി അടിക്കുന്നില്ല, നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഒരുപാട് തിയറി ആയിട്ട് നമുക്ക് കാണാം കേട്ടല്ലോ. നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസും മെക്കാനിസം ഓഫ് ഹോർമണൽ ആക്ഷൻസും റെഗുലേഷൻ ഓഫ് കിഡ്നി, ഞങ്ങൾ ഒരുപാട് തിയറീസ് നമുക്ക് ഓരോ ദിവസം എടുക്കാനുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു, ബൈ, ടാറ്റാ.